ലോൺ എടുക്കാത്ത നിങ്ങൾക്ക് ലോൺ എടുക്കണം, ഞങ്ങൾക്കും തുല്യമായിട്ട് എല്ലാവർക്കും ഞങ്ങൾ അടയ്ക്കണ പൈസ ഞങ്ങൾക്കും കൂടെ വേണ്ടിയുള്ള പൈസയാണല്ലോ നിങ്ങൾ ലോൺ എന്നും പറഞ്ഞ് എടുത്തിട്ട് അതെങ്ങനെയാ ഞങ്ങളുടെ പൈസ എന്നല്ലേ ഞങ്ങൾ ലോൺ എടുക്കുന്നത്? എന്ത് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണമെന്നാ. അയ്യോടെ മോനെ, അത് കൊള്ളാലോ. അത് കൊള്ളാം. അത് നടക്കൂല. ഞാൻ കുടുംബശ്രീയില് സെക്രട്ടറി ആയിരുന്നപ്പോ അങ്ങനെ ആയിരുന്നില്ല. ചേച്ചി സെക്രട്ടറി ആയിട്ട് ഇരുന്നപ്പോ നടത്തിയ അഴിമതി കാരണമാണ് ചേച്ചിനെ എടുത്ത് മാറ്റിയിട്ട് ഞാനായത്. എന്ത് അഴിമതി? ഞങ്ങളുടെ ബുക്കിലെ പൈസ ഞങ്ങൾ ലോൺ എടുക്കണു, അതിന് ഞങ്ങൾ പലിശ അടയ്ക്കുന്നു. ആ പലിശ നീയൊക്കെ വീട്ടിൽ കൊണ്ടുപോയാൽ എങ്ങനെ സമ്മതിക്കും? നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ പലിശക്കല്ലേ കൊടുക്കുന്നത്? ചേച്ചി പലിശ കൊടുക്കുന്നില്ലായിരിക്കും. ഇവിടുന്ന് പൈസ എടുത്തോണ്ട് പലരും പലിശക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ നടപ്പിലാക്കിയ അധികാര പരിധിയിൽ ചേച്ചി തലയിടാൻ വരണ്ട. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണെന്നും അല്ല, കുടുംബശ്രീ ഞാൻ ഒറ്റക്കെടുത്ത തീരുമാനമില്ല. എന്താ ഈ പെണ്ണുങ്ങൾക്ക് കണക്കുകൾ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. കുടുംബശ്രീയിൽ നിനക്ക് പറയാവോ? ഡാഡിയുടെ പരിപാടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കുത്തുവച്ചിട്ട് ഞാൻ സൗണ്ട് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇവിടെ ചവിട്ടി ഓടിക്കും. ഓണത്തിന് കളിക്കേണ്ട പുലികളി എന്ന് ഇവിടെ തുടങ്ങി. പുലികളിയോ? ഇത് പുലികളിയൊന്നല്ല, ഇതിനാണ് താണ്ഡവം എന്ന് പറയാ. എന്താ രണ്ടാളും കൂടി ഉള്ള വെട്ടും പാറ്റും? ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് തീർന്നേനെ. ഒന്നും മിണ്ടായിരിക്കും മനസ്സിൽ. അവള് അകത്തോണ്ട് അവള് കേക്കത്തില്ലയോ? കേട്ടാൻ തന്നെ പിടിച്ച് മൂക്ക് കയറ്റോ? അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ വരണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയാ നടന്നില്ല? രണ്ട് പെണ്ണുങ്ങൾ കൂടിയിട്ട്. ഹേയ്, ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഏട്ടാ അങ്ങനെ. എന്റെ ഭാര്യയോട് ചോദിക്ക്. ലില്ലേ, 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 പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അധികാര പരിധി കയറി ചേച്ചി കളിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. ഈ മന്ത്രിമാർക്കൊക്കെ അധികാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾക്ക് എന്നാ ഈ അധികാര പരിധിയൊക്കെ ഉണ്ടായിന്നറിയാം. അമ്മാനത് എങ്ങനെ അറിയാം അമ്മാവ? കാര്യം പറഞ്ഞില്ല ഏട്ടാ, കുടുംബശ്രീയിലെ പൈസ അംഗങ്ങളൊക്കെ ലോണായിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ അവരിത് തിരിച്ചടയ്ക്കുമ്പോ പലിശ അടക്കുമല്ലോ. അപ്പൊ ഈ പലിശ അടക്കുന്നവർക്ക് അവർ പലിശയായിട്ട് കൂടുതൽ പൈസയല്ലേ അടക്കുന്നത്. അപ്പൊ അവർക്ക് സാധാരണ ഇത് മൊത്തം പിരിച്ചു വിടുമ്പോ കുറച്ച് കൂടുതൽ പൈസ അവർക്ക് കൊടുക്കും. ഇത്രയും വർഷം അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനാണല്ലോ അതിന്റെ സെക്രട്ടറി, അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ അവർക്ക് കൂടുതൽ കൊടുക്കണ്ട, അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ ലാഭവിഹിതം തുല്യമായിട്ട് വീതിക്കണമെന്ന് പറഞ്ഞു. അതല്ലേ അതിന്റെ ന്യായം. അപ്പൊ ചേച്ചി പറയും അത് പറ്റത്തില്ല, ചേച്ചി വട്ടം ഉടക്കുമെന്ന്. പറഞ്ഞ പോലെ അവര് കാരണമാണല്ലോ ഈ അവർക്ക് പലിശ എടുക്കാൻ പറ്റിയത്. അവരാണല്ലോ പലിശ തിരിച്ചു കൊടുത്തപ്പോഴാണല്ലോ കുറച്ച് ലാഭം കിട്ടിയത്. അപ്പൊ അത് ആ ചെയ്ത ആൾക്കല്ലേ കുറച്ച് എന്തെങ്കിലും കൂടുതൽ കിട്ടേണ്ടത്. അവള് പറഞ്ഞില്ലേ ഏകദേശം ശരി. ആര് പറഞ്ഞത്? അല്ലേ? അല്ല, ഏട്ടൻ അങ്ങനെ പറയത്തുള്ളൂ. ഏട്ടൻ എപ്പോഴും എന്നെ എപ്പോഴെങ്കിലും ഏട്ടൻ സപ്പോർട്ട് ചെയ്യുവോ? എപ്പോഴും പെങ്ങള് 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 പെങ്ങള്. വേണ്ട, എന്റെ ഭാഗത്ത് ആരും നിക്കണ്ട. തീർന്നല്ലോ. കാര്യം കണ്ടില്ലേ? അല്ലേ ചേച്ചേ, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. അവിടുന്ന് പോയി